കാരണം സജി ചെറിയാൻ പറയാൻ ശ്രമിച്ചത്, പക്ഷേ അദ്ദേഹത്തിന് മര്യാദയ്ക്ക് പറയാൻ പറ്റില്ല, വളരെ ശക്തമായ കമ്മ്യൂണൽ ഡിവിഷൻ ഉണ്ട് എന്നാണ്. സത്യമാണ്, അത് കേരളത്തിൽ കമ്മ്യൂണൽ ഡിവിഷൻ ശക്തമായി വരികയാണ്, മതധ്രുവീകരണം ശക്തമായി വരികയാണ്. അതിന് അദ്ദേഹം ഉദാഹരിച്ചത് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയാണ്. രതീഷിനത് നേരിട്ട് അറിയാവുന്ന ഒരു സ്ഥലമായിരിക്കും കാസർഗോഡ് മുനിസിപ്പാലിറ്റി. നമുക്കിപ്പോൾ കാര്യങ്കോട് പുഴയ്ക്ക് അപ്പുറത്തുള്ള പ്രദേശത്തെ സാമുദായിക ധ്രുവീകരണം ഒരുപക്ഷെ ഭാവിയിൽ എന്ത് കേരളത്തിൽ സംഭവിക്കുമെന്നതിന്റെ ഒരു സൂചനയോ അപായ സൂചനയോ ആയി കാണാവുന്നതാണ്. ഇപ്പോൾ ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റി എടുത്താൽ അവിടെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലെല്ലാം മുസ്ലിങ്ങളും മുസ്ലിം ലീഗും, ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിലെല്ലാം BJPയും ജയിക്കുന്നു. നമുക്ക് കേരളത്തിൽ മുസ്ലിം സാമുദായിക ശക്തി ഉള്ളിടത്തൊക്കെ ലീഗും, ഹിന്ദു സാമുദായിക ശക്തി ഉള്ളിടത്തൊക്കെ ഹിന്ദുക്കളും ജയിച്ചാൽ പിന്നെ ഇവിടുത്തെ ജനാധിപത്യത്തിന് വല്ല പ്രസക്തി ഉണ്ടോ? ഇല്ല. അതാത് മനുഷ്യർ അവരുടെ മതത്തിൽപ്പെട്ട ആളുകൾക്ക് വോട്ട് ചെയ്യുക, ആ മതത്തിൽപ്പെട്ട ആളുകളെ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ അർത്ഥം തന്നെ ഇല്ലാതാവും. കാസർഗോഡ് തന്നെയുള്ള ഒരു മുസ്ലിം ലീഗ് നേതാവിന്റെ പ്രസംഗം ഞാനിപ്പോൾ യൂട്യൂബിൽ കാണുകയായിരുന്നു. 5 നേരം നിസ്കരിക്കുന്ന, നോമ്പ് നോക്കുന്ന സ്ഥാനാർത്ഥിയാണ്, ഇസ്ലാമിക ചര്യ നിർവഹിക്കുന്ന സ്ഥാനാർത്ഥിയാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് പറഞ്ഞുകൊണ്ട് പച്ചയ്ക്ക് മതം പറയാണ്. മുസ്ലിം ലീഗ് ഈ തരത്തിൽ മത ഐഡന്റിറ്റി മുൻനിർത്തി വോട്ട് പിടിക്കുന്നതിനെ ഒരു തൂവല കൊണ്ട് പോലും തലോടാൻ പാടില്ല. അപ്പോൾ കുഴപ്പമാണെന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. ഇതിന് കാരണം അത്രയും ശക്തമായ അതിന് പ്രതിഫലം എന്ന് പറഞ്ഞാൽ അപ്പുറത്തുണ്ടാവുന്നു. അപ്പുറത്തെ ഹിന്ദു മേഖലകളെല്ലാം BJP ജയിക്കാണ്. കാസർഗോഡ് മുനിസിപ്പാലിറ്റി എന്നുള്ളത് കേരളം മുഴുവൻ വ്യാപിക്കുകയാണെങ്കിൽ ഹിന്ദുക്കളെല്ലാം BJPക്കും മുസ്ലിങ്ങളെല്ലാം ലീഗിനും വോട്ട് ചെയ്യുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് പോകും. അത് കമ്മ്യൂണൽ വോട്ടിംഗ് ആണ്. ആ തരത്തിലുള്ള വോട്ടിംഗ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സോഷ്യൽ ഇഷ്യൂ ആണ്.